പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ജനതയെ അപകടത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഖനി മുതലാളിമാരും ക്വാറി ഉടമകളും റിസോർട്ട് ഉടമകളൊക്കെയായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുതലക്കണ്ണീർ കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അനധികൃത നിർമ്മാണത്തിലൂടെ പശ്ചിമഘട്ടത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി പ്രകൃതിയെ പ്രകോപിപ്പിച്ച് ദുരന്തത്തെ വിതയ്ക്കുന്നവരുടെ അത്യാർത്തിക്കും അനധികൃതത്തിനും ഇരയാകുന്നത് അന്നുള്ള അരിയുണ്ടാക്കി ഭക്ഷിച്ച് കാലാകാലങ്ങളായി പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന സാധാരണക്കാരാണ് എന്നുള്ളതാണ് വിഷമകരമായ വസ്തുത. ഇക്കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളായി പല റിപ്പോർട്ടുകളിലൂടെയും പഠനങ്ങളിലൂടെയും വെളിപ്പെട്ടതുമാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിനിടയാക്കിയ വയനാട്ടിലെ 13 വില്ലേജുകളടക്കം കേരളത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി ശുപാർശ ചെയ്ത് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഉള്ളുലച്ച് വയനാട് ഉരുൾപൊട്ടലിൽ നിന്നും പാഠം പഠിച്ച് പ്രകൃതിക്ക് അനുകൂലമായ നിയന്ത്രണങ്ങൾ വരുത്താൻ ഇതാ അങ്ങനെ ഭരണകൂടം നിർബന്ധിതമാകുന്നു. ദേശീയ ശ്രദ്ധ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പോലും കേരളത്തിലെ ഉരുൾപൊട്ടലും രക്ഷാപ്രവർത്തനങ്ങളും ചർച്ചയാകുമ്പോൾ കേരളത്തിലെ മാത്രമല്ല പശ്ചിമഘട്ടം കടന്നുപോകുന്ന കേരളം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് ജൂലൈ 31-ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിലെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ ഈ പട്ടികയിലുണ്ട്. വയനാട്ടിലെ മാനന്തവാടി, വൈത്തിരി എന്നീ താലൂക്കുകളിലെ 13 വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് 60 ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതും കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ വിജ്ഞാപനം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് 2014-ന് പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5ാം വട്ട വിജ്ഞാപനം വീണ്ടും പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നത്. കേരളത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ 9107 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര ഭൂമിയുമാണ്. ആലപ്പുഴയും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോലമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ വില്ലേജ് തലത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കേരളത്തിലെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങളിലാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുള്ളത്. വയനാട് ജില്ലയിലെ പെരിയ, തിരുനെല്ലി, തോണ്ടോർനാട്, തൃശ്ശിലേരി, കിടങ്ങനാട്, നൂൽപ്പുഴ, അച്ചുരാനം, ചുണ്ടേൽ, കോട്ടപ്പടി, കുന്നത്തിടവക, പൊഴുതന, തിരിയോട്, വെള്ളരിമല എന്നീ ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ വരാൻ പോകുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി പരിസ്ഥിതി ലോല മേഖലയിൽ ഖനനത്തിന് സമ്പൂർണ്ണ നിരോധനമുണ്ടാകും. മണൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാ ഖനനങ്ങൾക്കും നിരോധനമുണ്ടാകും. നിലവിലുണ്ടായിരുന്ന ഖനനങ്ങൾ അന്തിമ വിജ്ഞാപനമിറങ്ങി 5 വർഷത്തിനുള്ളിലോ ഖനന കരാർ കാലാവധി അവസാനിക്കുമ്പോഴോ ഇതിലേതാണോ ആദ്യം വരുന്നതനുസരിച്ച് നിർത്തണം. താപവൈദ്യുത നിലയങ്ങൾ ഇനി ഈ മേഖലകളിൽ പാടില്ല. മലിനീകരണ നിയന്ത്രണ അതോറിറ്റികൾ ചുവപ്പ് വിഭാഗത്തിൽപ്പെടുത്തിയ വ്യവസായങ്ങൾ ഇനി അനുവദിക്കില്ല. ഓറഞ്ച് വിഭാഗത്തിലെ വ്യവസായങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം. കെട്ടിട നിർമ്മാണം, ടൗൺഷിപ്പ് വികസനം തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഉണ്ടാവും. 20,000 ചതുരശ്ര മീറ്ററോ അതിനു മുകളിലോ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ 50 ഹെക്ടറോ അതിനു മുകളിലോ അല്ലെങ്കിൽ 1.5 ലക്ഷം ചതുരശ്ര മീറ്ററോ നിർമ്മാണ സ്ഥലമോ ടൗൺഷിപ്പുകൾ എന്നിവ നിർമ്മിക്കാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു നിയന്ത്രണം. മാത്രമല്ല, വീടുകളുടെ അറ്റകുറ്റപ്പണി, വിപുലീകരിക്കൽ, നവീകരണം തുടങ്ങിയവയ്ക്ക് വലിയ തടസ്സമുണ്ടാകില്ലെങ്കിലും പുതിയ വീടുകൾ വയ്ക്കാനുള്ള തടസ്സവും അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ പരിസ്ഥിതി ആഘാത പഠനം അനുസരിച്ച് മാത്രമേ ഈ പുതിയ ജലവൈദ്യുത പദ്ധതികൾ അനുവദിക്കൂ.